ഹായ് എവരിവൺ. OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്നാൽ അതിനോട് സാമ്യമുള്ളതും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുമായ വേറൊരവസ്ഥയാണ് OCPD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ എപ്പോഴും നമ്മൾക്കറിയാമല്ലോ ഒരു ആൻസൈറ്റി ഡിസോർഡറാണ്. ഇതിൽ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളെ ഒബ്സഷനായി കാണുകയും ആവശ്യമില്ലാതെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കുകയും അതേപോലെ തന്നെ ഉത്കണ്ഠ ഒരിത്തിരി അമിതമായ ഉത്കണ്ഠ ഇതിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു. എന്നാൽ ഇവർക്ക് തന്നെ അറിയുന്ന ചില കാര്യമാണ് ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് ഇവർക്കറിയാം. എന്നാൽ OCPDയിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് അറിയില്ല അവരുടെ അസുഖം എന്താണെന്നോ, അവരുടെ വ്യതിയാനങ്ങൾ എന്താണെന്നോ, അവരുടെ വികാരങ്ങൾ എന്താണെന്നോ, പെരുമാറ്റ രീതികൾ എന്താണെന്നോ ഒന്നും തന്നെ അവിടെ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പൊതുവെ OCD പോലെയുള്ള അവസ്ഥകളിൽ കൂടുതലുമായി കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ഓവറായിട്ട് ക്ലീൻ ചെയ്യുക. വീടും പരിസരവും ഓവറായി ക്ലീൻ ചെയ്യുക. നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വീട് ലോക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള കൂടുതലായിട്ടുള്ള ആകാംക്ഷ അവരിൽ നിലനിൽക്കുന്നു. ഇതേസമയം OCPDയിലേക്ക് വരുമ്പോഴേക്കും അമിതമായിട്ടുള്ള പെർഫെക്ഷനിസം അവരാഗ്രഹിക്കുന്നു. അവരുടെ ജീവിത ശൈലിയിലും ദൈനംദിന ജീവിതത്തിലും ഈ പെർഫെക്ഷനിസം കാണിച്ച് കൂടെ ജീവിക്കുന്നവരെയും സാമൂഹ്യ ബന്ധങ്ങളെയും അവർ അനുമാനിക്കാതെ കടന്നു പോകുന്നു. ആൻസൈറ്റി എപ്പോഴും എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആൻസൈറ്റിയിൽ തന്നെ ഇത്തരം അസുഖങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നമുക്ക് പൂർണ്ണമായും മാറ്റുവാൻ കഴിയും. നമ്മളുടെ തെറാപ്പി എടുക്കുകയാണെങ്കിലും മെഡിക്കേഷൻസ് കൊണ്ടും നമുക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന് ഒരു പൂർണ്ണമായിട്ടുള്ള മാറ്റം വരുത്താവുന്നതാണ്. എന്നാൽ OCPD വരുമ്പോഴേക്കും OCPD വ്യക്തികളിൽ അവരുടെ ചിന്തകളിലും അവരുടെ വികാരങ്ങളിലും അവരുടെ പെരുമാറ്റ രീതികളിലും ഒരു പരിധിയിലേറെ അല്ലെങ്കിൽ ഒരു ദീർഘായുസിലേറെ വ്യക്തികളുടെ സ്വാഭാവികപരമായിട്ടുള്ള വ്യതിയാനങ്ങളെ അത് ബാധിക്കുന്നു. സ്വഭാവത്തെയും കൂടെ നിൽക്കുന്ന ബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും എല്ലാം ഈ OCPD കൊണ്ട് ഒരുപാട് ബാധിക്കപ്പെടുന്നു. ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കൂടുതലുമായും കാണപ്പെടുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച വ്യക്തികളായിരിക്കും. ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് ഫോളോ ചെയ്യുന്ന വ്യക്തികളിലായിരിക്കും ഇത് കൂടുതലായും കാണപ്പെടുന്നത്. OCD ഉള്ളവരിൽ നമ്മൾ കൂടുതലുമായി കാണപ്പെടുന്നത് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് മാറ്റണം, അതിനൊരു മാറ്റം വരുത്തണം എന്ന് അവർക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവരത് ക്രമീകരിക്കുവാനും ലഘൂകരിക്കാനും വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുകയും ചെയ്യുന്നു. എന്നാൽ OCPDയിലേക്ക് വരുമ്പോഴേക്കും ഇവരിതൊന്നും ചെയ്യാൻ അംഗീകരിക്കുവാനോ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനോ അവരുടെ വാശികൾ അംഗീകരിക്കുവാനോ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ ഓൺലൈൻ സേവനവും സാധ്യമാക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.